ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ഒരുവിധം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വാഹനം എടുക്കുന്നത് ക്ലിയർ ആയിട്ടാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് പേര് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം ഓടിച്ചു തുടങ്ങുന്ന ആ ഒരു ടൈമിൽ എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, എനിക്കിനി സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുമോ, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചോ, ഇനി ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമ്മൾ സ്വയം കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് പഠിച്ചു എന്ന് എപ്പോൾ ഡ്രൈവിങ്ങിൽ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ്. അപ്പം അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പരിധി വരെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ആരുടെയും സഹായമില്ലാതെ സ്വയമായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചോ എന്ന് എങ്ങനെ സ്വയം മനസ്സിലാക്കാം? നിങ്ങൾ പ്രധാനമായിട്ട് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ കാല് വരിക എന്നുള്ളതാണ്. ആദ്യം കയറി ക്ലച്ച് ചവിട്ടരുത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ഒഴിവാക്കുക. കാരണം നമ്മളൊരു കയറ്റത്തൊക്കെ ആണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇറക്കത്താണ് കിടക്കുന്നതെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും ഒരു ദിശയിലേക്ക് കിടക്കുന്ന ദിശയിലേക്ക് വണ്ടി ഉരുണ്ടു പോകും. അപ്പം നിങ്ങൾ ആദ്യം ബ്രേക്കിൽ കാല് വെക്കുക, എന്നിട്ട് ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ആയതിനു ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ നിങ്ങൾക്ക് ചേർത്തിടാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർത്ത്, അതായത് ന്യൂട്രൽ പോയിന്റ് വരിക, ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർത്തിട്ട് മേളിലേക്ക് ചേർത്തിട്ടാൽ മതി. അപ്പം നിങ്ങൾ ഇടുന്ന ഗിയർ തെറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റിനോട് ചേർന്നാണ് തേർഡ് ഗിയർ കിടക്കുന്നത്, അപ്പം നിങ്ങൾ ഇടുമ്പോൾ തേർഡാണ് വീഴുന്നതെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചേർത്ത് മേളിലേക്ക് ഇടുക. അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഇടാം. അപ്പോൾ തെറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക, കറക്റ്റ് ഫസ്റ്റ് ഗിയർ ഇടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഒരു നിരപ്പ് റോഡിൽ നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക, പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ നിരപ്പത്ത് വണ്ടി എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ഒരുവിധം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വാഹനം എടുക്കുന്നത് ക്ലിയർ ആയിട്ടാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിങ്ങിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ പ്രധാനമായിട്ട് സ്റ്റിയറിങ്ങിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നിട്ട് വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്തിടുന്നു. കണ്ടോ? അപ്പം ഞാൻ ഇനി എടുത്താൽ ഉടൻ ചെയ്തത് എന്താണ്? സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകി ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പല ആൾക്കാരും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിയറിൽ തന്നെ കുറേ അധികം സമയം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. കൊടുത്തു കഴിഞ്ഞ് വണ്ടി നമ്മൾ എടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മളിതേ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സ്റ്റിയറിംഗ് കൺട്രോളിനാണ് നമ്മൾ പ്രാധാന്യം കൂടുതലും കൊടുക്കേണ്ടത്. ഇപ്പം സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മൂന്നാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഗിയറുകൾ നിങ്ങൾ ഇടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ 3 ഗിയറുകൾ നിങ്ങൾ അടുപ്പിച്ചിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡിൽ വാഹനം മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടെന്ന് സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിൽ പോവുകയാണ്. ഇവിടെ ഒരു കയറ്റം കാണുന്നു. കയറ്റം വരുന്ന സമയത്ത് ഞാനിത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ അഡ്വാൻസ് ഡൗൺ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു കയറ്റമോ അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ കയറ്റം മനസ്സിലാക്കിയിട്ട് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതെ നമുക്ക് കൃത്യമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, തേർഡിൽ പോകുന്നു, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. ഇത് ക്ലച്ച് പിടിക്കുന്നു, 4ാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ
അപ്പം നല്ല റോഡിൽ വരുന്ന സമയത്ത് 4ാമത്തെ ഗിയറും കൂടെ ഇട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം വാഹനം റോഡിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, 4th പോകുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റം വരികയാണ്. കയറ്റം വരുന്ന സമയത്ത് ഒരു ഡ്രൈവർ സാധാരണ ചെയ്യുന്നത് അഡ്വാൻസ് 4th നിന്ന് 3rd ഇടും. ഇപ്പം നിങ്ങൾ നോക്കിയ 3rd ഗിയറിലേക്ക് ഞാൻ അഡ്വാൻസ് ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ 3rd ഗിയറിൽ ഈ ഒരു കയറ്റം നമ്മളുടെ വാഹനം കയറി പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. അതിനെന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു ഡ്രൈവർ ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് 2nd ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇതേ പതുക്കെ ടേൺ എടുക്കുകയാണ്. ഇവിടെ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ചെയ്യണം. അതിനെന്ത് ചെയ്യുന്നു, അഡ്വാൻസ് 1st ഗിയറിലേക്ക് ഇട്ടിട്ട് ഇതേ ഇങ്ങനെ ക്ലച്ചിൽ ഇടത്തേക്കാലുണ്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്താണ് ഞാനിവിടെ ടേൺ എടുക്കുന്നത്. അപ്പം ഈ രീതി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് ഒരു ജംഗ്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യു ടേൺ എടുക്കുന്ന സമയത്തൊക്കെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയും പ്രോപ്പർ ഇൻഡിക്കേഷൻ നൽകുകയും ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തേക്കാല് ക്ലച്ചിലും വലത്തേക്കാല് ആക്സിലറേഷൻ പെഡലിലുമായിട്ട് നിങ്ങൾ വാഹനത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തിരക്കുള്ള റോഡിലോ ഒരു യു ടേൺ എടുക്കുന്ന സമയത്തോ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് സ്വയമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നിങ്ങൾക്കൊരു വാഹനം നിർത്തി കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇപ്പം ഞാൻ വാഹനം ഇവിടെ നിർത്താണ്, ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു. ഓക്കെ, കൃത്യമായിട്ട് 1st ഗിയർ കൊടുക്കുന്നു. ഇനി കയറ്റത്തെടുക്കുന്ന സമയത്ത് സാധാരണ ഒരു ഡ്രൈവർ ചെയ്യുന്നത് ബ്രേക്കിൽ പ്രോപ്പർ കാലുണ്ടായിരിക്കും. ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റ് വരും, ആക്സിലറേഷൻ കൊടുക്കും, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനത്തെ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് കയറ്റത്തെ എടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാനിത് വാഹനം കറക്റ്റായിട്ടാണ് കയറ്റത്തെടുത്തത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ വാഹനം എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഒരു വാഹനം ഓടിച്ച് എവിടെയും പോകാനായിട്ട് കഴിയും. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ ഒരു ഡ്രൈവർ ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ചെയ്യുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് ആകാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.